ഇന്നത്തെ വീഡിയോയിൽ കെമിസ്ട്രിയിൽ അല്പം ബുദ്ധിമുട്ടായിട്ട് പലർക്കും തോന്നുന്ന ഒരു പ്രോബ്ലമാണ്. ഉറപ്പായിട്ടും 99.99% ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണിത്. മനസ്സിലാക്കിയാൽ ഉറപ്പായിട്ടും 4 മാർക്കോ 3 മാർക്കോ കയ്യിലിരുന്ന് പഠിക്കും. 4 മാർക്ക് എന്ന് പറയുമ്പോൾ 40 മാർക്കിൽ 10% വരും. ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷനാണ്. ഇതൊരു ഉഭയദിശാ പ്രവർത്തനം, റിവേഴ്സിബിൾ റിയാക്ഷനാണ്. ഈ റിയാക്ഷൻ അങ്ങോട്ടേക്കും പോകും ഇങ്ങോട്ടേക്കും പോകും. അതായത് റിയാക്റ്റൻസ് തമ്മിൽ പ്രവർത്തിച്ച് പ്രൊഡക്റ്റ് ഉണ്ടാവുന്നു. അതേ സമയം തന്നെ പ്രൊഡക്റ്റുകൾ തമ്മിൽ റിയാക്റ്റന്റും ഉണ്ടാവുന്നു. ഇതിന്റെ തിയറി സമയം ഞാൻ പഠിപ്പിക്കാം. ഇത് തിയറി ഒന്നും പഠിക്കാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇത്. അപ്പോ നൈട്രജൻ മോണോക്സൈഡും ഓക്സിജനും തമ്മിൽ പ്രവർത്തിച്ച് നൈട്രജൻ ഡയോക്സൈഡ് ഉണ്ടാവുന്ന റിയാക്ഷനാണ്. ഇവിടെ എന്താണ് നൈട്രജൻ മോണോക്സൈഡും ഓക്സിജനും പ്രവർത്തിച്ച് നൈട്രജൻ ഡയോക്സൈഡ് ഉണ്ടാകുന്നു, പുറത്തേക്ക് ഹീറ്റ് വിടുന്നു. ആ സമയത്ത് തന്നെ നൈട്രജൻ ഡയോക്സൈഡ് ഡിക്കമ്പോസ് ചെയ്ത് വിഘടിച്ച് ഓക്സിജനും നൈട്രജൻ മോണോക്സൈഡ് ഉണ്ടാകുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റിയാക്ഷൻ. അതായത് ഒരു ലോറി, ഒരു ഗോഡൌണിൽ നിന്ന് അരി കുറച്ച് ആളുകൾ, ചുമട്ട് തൊഴിലാളികൾ കുറച്ച് ചുമട്ട് തൊഴിലാളികൾ എങ്ങോട്ട് എടുത്തു വയ്ക്കുന്നു? ലോറിയിലോട്ട് എടുത്തു വയ്ക്കുന്നു. 10 എണ്ണം ലോറിയിലോട്ട് എടുത്തു വയ്ക്കുമ്പോൾ കുറച്ച് ചുമട്ട് തൊഴിലാളികള് 10 എണ്ണം ഗോഡൌണിലോട്ട് എടുത്തു വയ്ക്കുന്നു. നമ്മൾ എപ്പോൾ നോക്കിയാലും റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഗോഡൌണിൽ നിന്ന് അരി കയറി പോകുന്നു, ലോറിയിൽ നിന്ന് അരി ഗോഡൌണിൽ പോകുന്നു. പക്ഷേ ഈ റിയാക്ഷൻ നിൽക്കുന്നില്ല. പക്ഷെ ഈ റിയാക്ഷൻ നിന്നെന്ന് തോന്നും. എപ്പോഴാണെന്നറിയാമോ? നമ്മൾ ലോറിയിൽ 100 ചാക്ക് ഉണ്ടെന്ന് ഓർക്കാം. അപ്പോൾ 10 ചാക്ക് കൊണ്ട് ഒരാൾ ലോറിയിൽ വെക്കുമ്പോൾ 10 ചാക്ക് എടുത്ത് തിരിച്ചു കൊണ്ടുപോകും. അപ്പൊ സ്വാഭാവികമായിട്ട് എപ്പോഴും ലോറിയിൽ 100 ചാക്ക് തന്നെ ഉണ്ടാവും. ഇതാണ് ഇക്വിലിബ്രിയത്തിൽ എത്തുക എന്ന് പറയുന്നത്. എന്താണ്? നമ്മൾ നോക്കുമ്പോൾ റിയാക്റ്റന്റെയും പ്രൊഡക്റ്റിന്റെയും അളവ് തുല്യമായിരിക്കും. പക്ഷെ ഇവ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവർത്തിച്ചുണ്ടാവുന്ന കാരണമാണ് അളവ് തുല്യമായി ഇരിക്കുന്നത്. റിയാക്റ്റന്റുകൾ പ്രവർത്തിച്ച് പ്രൊഡക്റ്റ് ഉണ്ടാവുന്നു. അധികാരങ്ങൾ തമ്മിൽ പ്രവർത്തിച്ച് ഉൽപ്പന്നം ഉണ്ടാവുന്നു. 10 ഗ്രാം ഉണ്ടാകുമ്പോൾ ആ 10 ഗ്രാം തന്നെ പ്രൊഡക്റ്റുകൾ തമ്മിൽ പ്രവർത്തിച്ച് അധികാരങ്ങൾ ഉണ്ടാവും, അതായത് റിയാക്റ്റന്റ് ഉണ്ടാവും. അപ്പൊ നമ്മൾ എപ്പോൾ നോക്കുമ്പോൾ ഫിക്സ്ഡ് ആയിട്ട് തോന്നും. ഇതാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇതിപ്പോ ഒരു ഇക്വിലിബ്രിയത്തിലാണ്. ഇത് ഇക്വിലിബ്രിയത്തിലാവുമ്പോൾ ഇതൊക്കെ തിയറിയാണെന്നേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ ചോദ്യം ഇതൊന്നുമല്ല. ഇതെന്ത് റിയാക്ഷനാണ്? ഇത് ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഹീറ്റ് പുറത്തേക്ക് വിടുന്ന റിയാക്ഷൻ. എക്സോതെർമിക്. എന്താണ് എക്സോതെർമിക്? അല്ലെങ്കിൽ നമുക്ക് എന്ന് പറയാം താപമോചകം. താപം മോചിപ്പിച്ചിട്ടാണ് ഉണ്ടാവുന്നത്. ഇങ്ങോട്ടേക്കാണ് റിയാക്ഷൻ നോക്കുന്നത്. നൈട്രജൻ മോണോക്സൈഡ് ഉണ്ടാക്കുക, നൈട്രജൻ ഡയോക്സൈഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ താപം പുറത്തേക്ക് വിടുന്നു. ഇനി ചോദ്യം ഇതാണ്, ഇത് താപം പുറത്തേക്ക് വിടുന്ന റിയാക്ഷൻ ആണല്ലോ. ഈ റിയാക്ഷന്റെ വേഗത കൂട്ടാൻ എന്താണ് ഒരു മാർഗം? വേഗത കിട്ടാനുള്ള ഒരു മാർഗം പറയുമോ? ഞാനൊരു മാർഗം പറയാം. ഓക്സിജൻ അങ്ങോട്ട് കൂടുതൽ ചേർക്കുക, ഓക്സിജൻ കൂടുതൽ ചേർക്കുക. അപ്പൊ എന്താണ്? കൂടുതൽ നൈട്രജൻ മോണോക്സൈഡ് ഉണ്ട്, നൈട്രജൻ ഡയോക്സൈഡ് ഉണ്ടാവും. അപ്പൊ അഭികാരങ്ങളിൽ ഒന്നിന്റെ ഗാഢത വർദ്ധിപ്പിക്കുക, കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കുക. അപ്പൊ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാവും. കേട്ടോ, ഒരു മാർഗം കിട്ടിയില്ലേ? അപ്പൊ നമ്മൾ നോക്കുക, ഇതിനകത്ത് ഓക്സിജൻ ആണല്ലോ താരതമ്യേന അവൈലബിളും വില കുറച്ച് സാധനവും. അപ്പൊ ഓക്സിജൻ ചേർക്കുക, നൈട്രജൻ മോണോക്സൈഡ് ചേർത്താൽ മതി. ഓക്സിജൻ ചേർക്കുക. അഭികാരങ്ങൾ ഏതിലും ഒന്നിന്റെ കോൺസെൻട്രേഷൻ കൂട്ടുക, ഗാഢത കൂട്ടുക. അപ്പോൾ ഉൽപ്പന്നങ്ങളുണ്ടാവും. ഒരു മാർഗം പറഞ്ഞില്ലേ? രണ്ടാമത്തെ മാർഗം ഞാൻ പറയട്ടെ. ഇത് താപം പുറത്തേക്ക് വിടുന്ന റിയാക്ഷൻ അല്ലേ? താപം പുറത്തേക്ക് വിടുന്ന റിയാക്ഷൻ അല്ലേ? അതെ. താപം പുറത്തേക്ക് വിട്ടാലല്ലേ റിയാക്ഷൻ നടക്കുള്ളൂ. അതെ. അപ്പൊ നമുക്ക് ഇതിന്റെ താപം കുറയ്ക്കുക, ടെമ്പറേച്ചർ കുറയ്ക്കുക. ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഒരുപാട് ഹീറ്റ് പുറത്തേക്ക് വിടേണ്ടി വരില്ല. കുറച്ച് ഹീറ്റ് പുറത്തേക്ക് വിടുമ്പോഴത്തേക്ക് റിയാക്ഷൻ നടക്കും. അതായത് ഫോർവേഡ് റിയാക്ഷനെ ഫേവർ ചെയ്യത്. അപ്പൊ എന്താണ്? ഇത് താപമോചക പ്രവർത്തനമാണ് ഇങ്ങോട്ട് നടക്കുന്ന റിയാക്ഷൻ, ഫോർവേഡ് റിയാക്ഷൻ. പുരോപ്രവർത്തനം താപമോചകമായതിനാൽ നമ്മൾ എന്ത് ചെയ്യണം? താപം കുറയ്ക്കുക. താപം കുറയ്ക്കുമ്പോൾ അത്രയും കുറച്ച് മോചിപ്പിച്ചാൽ മതി, വേഗം നടക്കും. അപ്പൊ ഇങ്ങോട്ട് നടക്കുന്ന റിയാക്ഷനോ ബാക്ക്വേർഡ് റിയാക്ഷൻ. ഇത് ഡിക്കമ്പോസ് ചെയ്തിട്ട് നൈട്രജൻ മോണോക്സൈഡ് ഓക്സിജൻ ഉണ്ടാവുന്നതോ ഇത് താപശോഷകമാണ്, എൻഡോതെർമിക്കാണ്. താപം എടുത്തുകൊണ്ടാണ് നടക്കുന്നത്. ഇങ്ങോട്ട് നടക്കുന്ന റിയാക്ഷനാണ് കൂട്ടേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? താപം കൊടുത്താൽ മതി. ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്കാണെങ്കിൽ കൊടുത്ത ഹീറ്റും കൂടെ പുറത്തേക്ക് വിട്ടാലേ അത് പ്രവർത്തിക്കുള്ളൂ. ഇങ്ങോട്ടാണെങ്കിലോ താപശോഷകമാണ്, താപം വേണം. അത് കൊടുത്ത് സന്തോഷത്തോടെ സ്വീകരിച്ച് വേഗം പ്രവർത്തിച്ചും കൂടെ ഉണ്ടാവും. അപ്പൊ ഒന്ന് ഓർക്കുക, താപമോചക പ്രവർത്തനമാണെങ്കിൽ ടെമ്പറേച്ചർ കുറയ്ക്കുക. അപ്പൊ അത്രയും മോചിപ്പിച്ചാൽ മതി, പെട്ടെന്നുണ്ടാവും. താപശോഷകമാണെങ്കിൽ അതിന് ടെമ്പറേച്ചർ ഹീറ്റ് വേണം, താപം കൊടുക്കുക, ടെമ്പറേച്ചർ കൂട്ടുക, വേഗം നടക്കും. അത്ര ഓർത്താൽ മതി. അപ്പൊ നമ്മുടെ ചോദ്യം ഇതൊന്നുമല്ലല്ലോ. എന്താണ്? കൂടുതൽ നൈട്രജൻ ഡയോക്സൈഡ് ഉണ്ടാക്കാനുള്ള 2 മാർഗം പറയുക. ഒരു മാർഗം ഞാൻ പറഞ്ഞു, എന്താണ്? കൂടുതൽ ഓക്സിജൻ ചേർക്കുക. വേറൊരു മാർഗം വേണമെങ്കിൽ പറയും ഞാൻ, നൈട്രജൻ ഡയോക്സൈഡ് മാറ്റിയാൽ മതി.
അപ്പൊ എന്താണ്? ഉൽപ്പന്നം കുറഞ്ഞു, ഉൽപ്പന്നങ്ങളുടെ ഗാഢത കുറഞ്ഞു, ഉൽപ്പന്നങ്ങളുടെ കോൺസെൻട്രേഷൻ കുറഞ്ഞു. അപ്പൊ എന്താണ്? ഇങ്ങോട്ടേക്കുള്ള പ്രവർത്തനം വേഗം നടക്കും. രണ്ടു മാർഗമാണ് പറയാം. എന്താണ്? ഓക്സിജൻ കൂടുതൽ എടുക്കുക. അപ്പൊ എന്താണ്? ഗാഢത കൂടിയത് എവിടെയാണോ അവിടെ കുറയ്ക്കാൻ നോക്കും. അതല്ലേ ലേശാട്ലിയർ പ്രിൻസിപ്പിൾ. എന്താണ്? ഗാഢത, മർദ്ദം, ഊഷ്മാവ് ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ വ്യതിയാനം വരുത്തിയാൽ അതുകൊണ്ടുള്ള ഫലം ഇല്ലായ്മ ചെയ്യാൻ വ്യൂഹം ശ്രമിക്കും. എങ്ങനെ ശ്രമിക്കും? ഗാഢത കൂട്ടിയാൽ കുറയ്ക്കാൻ ശ്രമിക്കും, കുറച്ചാൽ കൂട്ടാൻ ശ്രമിക്കും, പ്രഷർ കൂട്ടിയാൽ കുറയ്ക്കാൻ ശ്രമിക്കും, പ്രഷർ കുറച്ചാൽ കൂട്ടിയാൽ ശ്രമിക്കും. കണ്ടോ? അതിന്റെ ഫലം ഇല്ലാണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. അതാണ് ലേശാട്ലിയർ പ്രിൻസിപ്പിൾ. അപ്പൊ ലേശാട്ലിയർ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇതിന്റെ അധികാരങ്ങളുടെ ഈ റിയാക്ടന്റ് ഏതിന്റെങ്കിലും ഗാഢത കൂട്ടിയാൽ, അതിന്റെ അളവ് കൂട്ടിയാൽ എന്ത് പ്രവർത്തി അത് കുറയ്ക്കാൻ ശ്രമിക്കും. കുറയ്ക്കാൻ ശ്രമിക്കുന്നത് എന്ത് ചെയ്യണം? പ്രവർത്തിച്ച് ചെയ്യാൻ തീർക്കണം. ഫോർവേഡ് റിയാക്ഷൻ സ്പീഡിലാവും, പുനഃപ്രവർത്തനം സ്പീഡിലാവും. നൈട്രജൻ ഡയോക്സൈഡ് കുറഞ്ഞാലോ? എപ്പോഴും മോണോക്സൈഡ് എന്ന് വരുന്നുള്ളൂ. നൈട്രജൻ ഡയോക്സൈഡ് കുറഞ്ഞാലോ? അതായത് ഉൽപ്പന്നം എടുത്ത് മാറ്റിയാലോ? ഉൽപ്പന്നം എടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും? അവിടെ ഗാഢത കുറഞ്ഞു, അപ്പൊ കൂട്ടാൻ ശ്രമിക്കണ്ടേ? അപ്പൊ എന്താണ്? ഇങ്ങോട്ടേക്കുള്ള പ്രവർത്തനം കൂടും. അപ്പോ ഒന്നിൽ ഓക്സിജൻ ചേർക്കുക, അഭികാരങ്ങൾ ഏതെങ്കിലും ചേർക്കുക, റിയാക്ടറിൽ ഏതെങ്കിലും ചേർക്കുക. അപ്പൊ ഫോർവേഡ് റിയാക്ഷൻ വേഗത്തിലാവും. അല്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് മാറ്റിക്കൊണ്ടിരിക്കുക, ഉണ്ടാവുന്ന ഉൽപ്പന്നം മാറ്റിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഒരു മാർഗമായില്ലേ. അടുത്തത് ഇത് താപമോചകമാണ്, എക്സോതെർമിക്കാണ്. പുറത്തേക്ക് താപം വിടണം. അപ്പൊ ടെമ്പറേച്ചർ കുറച്ചാൽ മതി, വേഗം നടക്കും. ഇനി മറ്റൊന്ന്, പ്രഷറിന്റെ ചേഞ്ച് എങ്ങനെ ബാധിക്കും? പ്രഷറിന്റെ ചേഞ്ച് ബാധിക്കണമെങ്കിൽ ഇതെല്ലാം ഗ്യാസ് ആയിരിക്കണം, എല്ലാം ഗ്യാസാണ്. ഈ സൈഡും ഈ സൈഡിലെയും വോളിയം തുല്യമാണെന്ന് നോക്കണം. ഇവിടെ 2, ഇവിടെ 1, 3 മോൾ സാധനം പ്രവർത്തിച്ച് 2 മോൾ ഉണ്ടാവുന്നത്. വോളിയം തുല്യമാണെങ്കിൽ പ്രഷർ കുറച്ച് ഒന്നും സംഭവിക്കില്ല. ഇവിടെ വോളിയം കൂടുതലുള്ള എവിടെയാണോ അവിടെ നിന്നുള്ള പ്രവർത്തനം വേഗത്തിലാവും. പ്രഷർ കുറച്ചാൽ, മർദ്ദം കുറച്ചാൽ, അഭികാരങ്ങളുടെ വ്യാപ്തം കൂടുതലാണ്. അതായത് അഭികാരങ്ങൾ കൂടുതൽ മോളുകളുണ്ട്. 3 മോൾ അഭികാരങ്ങൾ പ്രവർത്തിച്ച് 2 മോളാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള പ്രവർത്തനം കൂടും, പൂർവ്വപ്രവർത്തനം കൂടും, ഫോർവേഡ് റിയാക്ഷൻ കൂടും. അത് പ്രത്യേകം. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പ്രഷർ കൂട്ടുമ്പോൾ വേഗത്തിലാവുന്ന? പ്രഷർ കൂട്ടുമ്പോൾ, മർദ്ദം കൂട്ടുമ്പോൾ അത് കുറയ്ക്കാനൊരു വഴി വോളിയം കുറയ്ക്കുക എന്നുള്ളതാണ്. വോളിയം കുറയ്ക്കുക എന്നുള്ളത്, വ്യാപ്തം കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ മർദ്ദം കൂട്ടുമ്പോൾ ഇവിടെയുള്ള വ്യാപ്തം, എവിടെയാണ് വ്യാപ്തം കൂടുതൽ അത് കുറയ്ക്കാൻ ശ്രമിക്കും. അവിടെ നിന്നുള്ള റിയാക്ഷൻ വേഗത്തിലാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മർദ്ദം കൂട്ടിയാൽ മതി. പ്രഷർ കൂട്ടിയാൽ 3 മാർഗങ്ങൾ പറഞ്ഞു. ഇതുപോലത്തെ ഒരു എക്സാമ്പിളോട് ഞാൻ പഠിപ്പിക്കാട്ടോ. ഇത് പെട്ടെന്ന് മനസ്സിലായെന്ന് അറിയില്ല, എങ്കിലും ഒന്നുകൂടി ഞാൻ പഠിപ്പിക്കാം. അപ്പൊ എന്താണ്? ഉൽപ്പന്നങ്ങൾ കൂടുതൽ മാറ്റിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അഭികാരങ്ങൾ കൂടുതൽ ചേർക്കുക, അല്ലെങ്കിൽ താപമോചകമാണെങ്കിൽ താപം കുറയ്ക്കുക, താപശോഷകമാണെങ്കിൽ എൻഡോതെർമിക് ആണെങ്കിൽ താപം കൊടുക്കുക. മനസ്സിലായില്ലേ? പ്രഷറാണെങ്കിൽ 2ന്റെയും വോളിയം നോക്കാം. 2ന്റെയും വോളിയം ഇപ്പൊ 2 പ്ലസ് ഇത് 2ആണ്, ഇത് 1 ഉള്ളത് എഴുതാത്ത 1, 3 = 2ആണ്. എവിടെ നിന്നാണോ വോളിയം കൂടുതലുള്ളത്, എവിടെയാണോ വ്യാപ്തം കൂടുതലുള്ളത് അവിടെ നിന്നുള്ള പ്രവർത്തനം പ്രഷർ കൂട്ടുമ്പോൾ കൂടും. മനസ്സിലായാലോ? ഇത് ഉറപ്പായിട്ടും വരും, ഉറപ്പായിട്ടും പഠിച്ചിരിക്കാം. 3 മാർഗം ഞാൻ പറഞ്ഞു. എന്തൊക്കെയാണ്? ഓക്സിജൻ കൂടുതൽ കൊടുക്കുക, അല്ലെങ്കിൽ നൈട്രജൻ ഡയോക്സൈഡ് എടുത്ത് മാറ്റുക, അല്ലെങ്കിൽ മർദ്ദം കൂട്ടുക, അല്ലെങ്കിൽ താപം കുറയ്ക്കുക. കണ്ടോ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു.